ആദ്യം തന്നെ ചൂടായ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ ഓയിലോ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു സവാള ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് എല്ലുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 മാഗി ക്യൂബും 1 ടീസ്പൂൺ വിനാഗിരിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുക്കർ അടച്ച് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. എനിക്കിവിടെ ഒരു 7 വിസിൽ വേണ്ടി വന്നു കേട്ടോ ബീഫ് വേകാനായിട്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ജീരകസാല അരിയും കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് ബേ ലീഫ് ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. വിസിൽ നല്ലപോലെ പോയ ശേഷം വേണം കേട്ടോ തുറക്കാനായിട്ട്. അപ്പോൾ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്